أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى واتقون يا أولي الألباب. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള ഹാജിമാരെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനിൻ്റെ സ്തംഭമായ വിശുദ്ധ ഹജ്ജും ഉംറയും അനുബന്ധമായ സിയാറയും നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മോട് എങ്ങനെ ചെയ്യണമെന്നാണോ നമ്മോട് കൽപ്പിച്ചത് അതങ്ങനെ തന്നെ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലുള്ള പോരായ്മകളും കുറവുകളും അല്ലാഹു നമ്മെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനിന്ന് ആയത്ത് ഓതിയല്ലോ, അതർത്ഥം വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പ്രവേശിക്കാം. ഹജ്ജുമായി ബന്ധപ്പെട്ട എല്ലാ ആയത്തുകളും ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കണം. ഖുർആൻ പറഞ്ഞ് അല്ലാഹു പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് നിശ്ചിത മാസങ്ങളാണ്. എല്ലാ മാസങ്ങളിലും ഹജ്ജ് ചെയ്യാൻ പറ്റൂല. ഹജ്ജ് ദുൽഹിജ്ജ, ദുൽഖഅദ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ 3 മാസങ്ങളിലേ പറ്റുള്ളൂ. അതിനു മുമ്പ് ഇഹ്റാം ചെയ്താൽ ശരിയാവില്ല. ഷവ്വാൽ പ്രവേശിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹജ്ജിൽ പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഷവ്വാലിലാണ് ഹജ്ജിൻ്റെ സമയം തുടങ്ങുക. ഒരാളെ ഷവ്വാൽ മാസത്തിൽ തന്നെ ഇഹ്റാം ചെയ്യുക, ഹജ്ജിന് വേണ്ടി കുഴപ്പമില്ല. പിന്നെ ദുൽഖഅദ മാസത്തിലും ദുൽഹിജ്ജ മാസത്തിലും ഒക്കെ അയാൾ മുഹരിമായിട്ട് ഇങ്ങനെ നിലനിൽക്കേണ്ടി വരുന്നു മാത്രം. അപ്പോൾ നമ്മളൊക്കെ സാധാരണ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് പിന്നെ തഹല്ലുലായി പിന്നെ മക്കത്ത് തന്നെ ചെയ്യലാണ്, നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യലാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ 10 ദിവസം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഞാൻ മുമ്പൊരിക്കൽ ഏതോ ഒരു ക്ലാസ്സിൽ ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. റഫസ് ഫുസൂഖ് എന്നുള്ളതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ് ഈ ആയത്തിന് വേണ്ടി. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഈ ആയത്തൊക്കെ തന്നെയാണ് നമ്മളെ ഹജ്ജിനെ ആത്മീയമായ ഹജ്ജാക്കി മാറ്റുക. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ഒക്കെ ഉണ്ട്. അറഫയിൽ നിൽക്കൽ, മിനായിൽ നിൽക്കലുണ്ട്. പക്ഷെ അതിനെ ബാത്തിലാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ, അപ്പോൾ ഈ മാസങ്ങളിൽ ആരെങ്കിലും ഹജ്ജ് നിർബന്ധമാക്കിയാൽ, എന്ന് വെച്ചാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ, ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പറ്റൂല, അവസാനിപ്പിക്കാൻ പറ്റൂല. ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ അത് ഫറലായി. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഫമൻ ഫറദ ഫീഹിന്നൽ ഹജ്ജ. ഒരാൾ ഈ മാസങ്ങളിൽ ഹജ്ജിനെ നിർബന്ധമാക്കിയാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വർഷം ഹജ്ജ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അടുത്ത വർഷത്തേക്ക് മാറ്റി വെക്കുകയോ ചെയ്യാം. പക്ഷേ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല, പിന്നെ അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ്. അങ്ങനെ ആരെങ്കിലും ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താൽ ഫലാ റഫസ, അവിടെ സ്ത്രീ പുരുഷന്മാർക്കിടയിലുള്ള റഫസ് നടക്കാൻ പാടില്ല, ജിമാഅ നടക്കാൻ പാടില്ല, സംയോഗം നടക്കാൻ പാടില്ല. സ്ത്രീകളുമായിട്ടുള്ള ഭാര്യമാരുമായി സ്പർശിക്കൽ, അവരെ ചുംബിക്കൽ, അതുപോലെ തന്നെ
അങ്ങനെയുള്ള യാതൊന്നും പാടില്ല എന്നാണ് ഒരു തഫ്സീർ റഫസ് എന്ന വാക്കിനർത്ഥം. അത് സംബന്ധമായ സംസാരം പോലും പാടില്ല, അതുകൂടി റഫസിൻ്റെ വിഭാഗത്തിൽ പെടും. ഒരാൾ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിക്കുന്ന അത്തരം സംസാരങ്ങളുണ്ടല്ലോ, അതുപോലും ഈ സമയത്ത് സംസാരിക്കാൻ പാടില്ല. ഇഹ്റാം ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ പോയിന്റ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജിമാഅ് പാടില്ല, സംയോഗം പാടില്ല, ചുംബനം പാടില്ല, സ്പർശനം പാടില്ല എന്ന് പറഞ്ഞു. അത് സംബന്ധമായ സംസാരങ്ങൾക്ക് പോലും റഫസ് എന്ന് പറയും. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല തൻ്റെ തഫ്സീർ രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫലാ റഫസ ഫലാ ഫുസൂഖ, ഫുസൂഖും പാടില്ല. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോശപ്പെട്ട സംസാരം, വൃത്തികെട്ട സംസാരം, അതുപോലെ തന്നെ കളവ്, ഗീബത്ത്, നമീമത്ത്, മറ്റുള്ളവരെ ആക്ഷേപിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ ചെറുതാക്കി സംസാരിക്കുക, ചീത്ത പറയുക, അതൊക്കെ നടക്കാറുണ്ട്, കൃത്യമായിട്ട് നടക്കാറുണ്ട്. ബുദ്ധിമുട്ടും കണ്ട് വരുമ്പേ ആണ്ട് പറഞ്ഞു പോകും മനുഷ്യനറിയാതെ. ആ പഴയ സ്വഭാവം ഒന്ന് പുറത്തെടുക്കും. റൂമിൽ വെള്ളം കിട്ടാതായാൽ, ഭക്ഷണം നേരത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ വിശപ്പ് ഇങ്ങോട്ട് കയറും ചിലപ്പോൾ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് ചവിട്ടും കാലിനൊക്കെ, അതിലും ഇങ്ങോട്ട് വേദനയാവും. അതിൽ തൊള്ളേന്ന് അറിയാതെ പഴയ സമയത്ത് ഓരോന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് തൊള്ളേന്ന് അങ്ങോട്ട് പറഞ്ഞു പോകും. നാവ് പിടിച്ചു വെക്കണം. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാൻ്റെ മുന്നിലാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അള്ളാൻ്റെ മുന്നിൽ അങ്ങനെയുള്ള സംസാരമൊന്നും പാടില്ല. അള്ളാഹുവിനെ വിളിക്കുത്തരം ചെയ്തിട്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ് അയാളെങ്ങനെ പിന്നെ മനുഷ്യന്മാരെ ഗൗനിക്കുക? അയാളെങ്ങനെ മനുഷ്യന്മാരെ ഗൗനിക്കുക? ഒന്നും ഗൗനിക്കൂല. ഞാനൊരിക്കൽ പറഞ്ഞെന്ന് ഓർക്കുന്നുണ്ടോ? ഇഹ്റാമിൻ്റെ സമയത്ത് സ്ത്രീകളൊക്കെ മുഖം തുറന്നിട്ടിട്ടാണ് ഇഹ്റാം ചെയ്യുക. മുഖം മറച്ചാൽ അതിന് പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരും. സ്ത്രീ മുഖം മറച്ചാൽ, ഹജ്ജിൽ സ്ത്രീ മുഖം മറച്ചാൽ അറവ് നടത്തണം എന്നാണ് നിയമം. ബാക്കിയുള്ള സമയത്ത് അങ്ങനെ അല്ലല്ലോ, ആണുങ്ങൾ കാണാതെ നടക്കുക എന്നുള്ളതാണല്ലോ, ആണുങ്ങളെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടാതിരിക്കുക എന്നാണല്ലോ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സമ്മേളനത്തിൽ ലോകത്തെ എല്ലാ മനുഷ്യന്മാരും വരുന്ന ആ സമ്മേളനത്തിൽ മുഖം മറക്കാൻ പാടില്ല. അതങ്ങനെ വരാൻ കാരണം എന്താ? മുഖം മറച്ചാൽ അവിടെ മനുഷ്യൻ അതല്ല ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ തൻ്റെ മുന്നിൽ പെണ്ണുണ്ടോ, പെണ്ണിൻ്റെ മുഖമുണ്ടോ, സൗന്ദര്യമുണ്ടോ ഒന്നും നോക്കണില്ല. അവൻ അള്ളാൻ്റെ കാബ കാണുന്നത്, അള്ളാൻ്റെ ഭവന കാണുന്നത്. പിന്നെ അള്ളാൻ്റെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. അവിടെ മനുഷ്യന് വേറൊന്നും നോക്കാൻ സമയമല്ല. ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവിടെ പല ആൾക്കാരും കരഞ്ഞ് നിലവിളിക്കും. അവിടെ അതിന് സ്വാതന്ത്ര്യമുണ്ട്. എന്താ കാരണം? അള്ളാൻ്റെ പേരെന്നല്ലേ, അള്ള വിളിച്ചിട്ടല്ലേ. അവിടെ നിനക്കെന്താ? വേറെ ആളിങ്ങനെ സംസാരിക്കുന്നതിൽ നിനക്കെന്താ പ്രശ്നം? വേറെ ആൾ കരഞ്ഞ് ആ പെണ്ണ് കരയണുണ്ടില്ല ഇങ്ങനെ നോക്കി നിൽക്കാൻ? നീ അള്ളാൻ്റെ ഹദറത്തിലല്ലേ. അവിടെ ഇങ്ങനെ വേറെ ആൾക്കാർ കരയണ നോക്കല്ല നമ്മളെ പണി. നമ്മളിപ്പോൾ അള്ളാൻ്റെ ഹദറത്തിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, പടച്ചോൻ വിളിച്ചിട്ട് പടച്ചോനോട് ചോദിക്കാൻ പോവാണ്. അവിടെ കുറേ ആൾക്കാർ കരയുണ്ടാവും, എന്തൊക്കെയോ കാട്ടണുണ്ടാവും. അതൊന്നും പടച്ച റബ്ബിൻ്റെ വീട്ടിൽ ഹദറത്തിൽ നമ്മൾക്ക് വിഷയേ അല്ല. നമ്മളങ്ങോട്ട് നോക്കുന്നേ ഇല്ല. അതിൻ്റെ പേരിൽ നമ്മളെ കാര്യം മാത്രം. ഖിയാമത്ത് മഅ്ശറ ഹജ്ജ് എന്ന് പറയാറുണ്ടല്ലോ. ഖിയാമത്ത് നാൾ നമ്മൾ എടുത്തോട്ട് നോക്കൂലല്ലോ. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബത്തിഹി വ ഫസീലത്തിഹി അല്ലത്തി തുവി വ മൻ ഫിൽ അർദി ജമീഅൻ സുമ്മ യുൻജി എന്നാ ഖുർആൻ പറഞ്ഞത്. അവിടെ ആരും ശ്രദ്ധിക്കൂല എന്നുള്ളത്. അതുകൊണ്ടാണ് മുഖം മറക്കണില്ല എന്ന് പറയാൻ കാരണം. അങ്ങനെയൊക്കെ ഒരാൾ നോക്കുന്നുണ്ടെങ്കിൽ ഓനെ അള്ളാൻ്റെ ഹദറത്തിലല്ല. ലോകത്തെ ഏറ്റവും സുന്ദരികളായ ആളുകൾ അവിടെ വരും. ലോകത്ത് തീരെ സുന്ദരികളല്ലാത്ത പെണ്ണുങ്ങൾ അവിടെ വരും. കാണാൻ ഏറ്റവും ഭംഗിയുള്ള പുരുഷന്മാർ അവിടെ വരും. തീരെ ഭംഗിയില്ലാത്ത കറുത്ത് ഉണങ്ങിയ മുന്തിരി പോലെ മുകളിലുള്ള ആൾക്കാരും വരും. അതൊന്നും നമ്മളവിടെ ശ്രദ്ധിക്കണേ ഇല്ല. നമ്മളിപ്പോൾ അള്ളയും അടിമയും നല്ലത് മാത്രമേ ഉള്ളൂ. ഫലാ റഫസ ഫലാ ഫുസൂഖ ഫലാ ജിദാല ഫിൽ ഹജ്ജ്.
ഹജ്ജിൽ തർക്കില്ല. തർക്കത്തിന് നല്ല ചാൻസ് ഉണ്ട്. ഒരു 4 ആൾക്കാർ കൂടുന്നിടത്ത് തർക്കത്തിന് നല്ല ചാൻസ് ഉണ്ട്. തിരക്ക് കൂടുന്നതനുസരിച്ച് തർക്കം കൂടും. എല്ലാം പങ്കിട്ട് ചെയ്യേണ്ടതാണ്. തവാഫും പങ്കിടണം, തിരക്കാൻ പാടില്ല, തർക്കം പാടില്ല. വലാജിത ആൾക്കാർ കണ്ട് തിരക്കും നമ്മൾ ക്ഷമിക്കുക. വലാജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൽ തർക്കല്ല. ഇവിടെ ഈ അള്ളാഹു താലാൻ്റെ ഈ ഹദറത്തിലെ വളണ്ടിയർമാരുണ്ടാവില്ല. സ്വയം ഓരോരുത്തരും നിയന്ത്രിക്കുക എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ഈ പറയണത്. വലാജിദാല, തർക്കം വേണ്ട, തിരക്ക് വേണ്ട, തർക്കം വേണ്ട. ക്യൂ നിൽക്കുന്നിടത്ത് നിൽക്കുക. ചിലപ്പോൾ നമ്മളെ മുന്നിൽ വേറെ ആൾ കയറിയെന്ന് വരും. തർക്കത്തിന് പോകണ്ട, ക്ഷമിക്കുക. വലാജിദാല ഫിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ സമയത്തും മനാസിക്കിലും യാതൊരുവിധ തർക്കവുമില്ല. തർക്കിക്കണ്ടെന്നല്ല പറഞ്ഞിട്ടില്ല, പക്ഷേ ഹജ്ജിൽ വേണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സമയത്ത് നമ്മൾ ഭാര്യയോട് തർക്കിക്കും, ഭർത്താവിനോട് തർക്കിക്കും, മരക്കളോട് തർക്കിക്കുകയൊക്കെ ചെയ്യും. തർക്കിക്കണം എന്നല്ല. ജാദിലുഹും ബില്ലത്തി ഹിയ ഹസൻ, തർക്കിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല വാക്കുകൊണ്ട് തർക്കിക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അയാളെക്കാളും കടന്നിട്ട് ഒരാൾ നായി എന്ന് പറയുമ്പം അങ്ങോട്ട് നായി മൂന്നട്ടം പറയാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്താ സഹോദരാൻ തിരിച്ചു ചോദിക്കുക. അതാണ് ജാദിലുഹും ബില്ലത്തി ഹിയ ഹസൻ. എടാ നായി എന്നൊരാൾ വിളിച്ചാലേ തിരിച്ച് എന്താ സഹോദരാന്ന് ചോദിക്കുന്നതിനാണ് വജാദിലുഹും ബില്ലത്തി ഹിയ ഹസൻ. അയാൾ പറഞ്ഞോട്ടെ, ഏറ്റവും നല്ല വാക്കുകൊണ്ട് നീ തിരിച്ചങ്ങോട്ടും തർക്കിച്ചോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഹജ്ജിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയാണ്, വലാ ജിദാല ഫിൽ ഹജ്ജ്, ദേഷ്യം പിടിക്കലും തർക്കിക്കലൊന്നും ഹജ്ജിലില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. വമാ തഫ്അലു മിൻ ഖൈരി യഅലമുഹുല്ലാഹ്, നിങ്ങൾ ചെയ്യണമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. വമാ തഫ്അലു മിൻ ഖൈരിൻ, നിങ്ങൾ ഖൈറായിട്ട് എന്ത് ചെയ്താലും യഅലമുഹുല്ലാഹ്, അള്ളാഹു അത് അറിയുന്നുണ്ട്. വാക്കായാലും പ്രവൃത്തിയായാലും നിങ്ങൾ നല്ല വാക്കാണോ പറയണത്, നിങ്ങൾക്ക് ദേഷ്യമുണ്ടോ, കോപമുണ്ടോ, ഗീബത്ത് പറയുന്നുണ്ടോ, നമീമത്ത് പറയുന്നുണ്ടോ, ഇതൊക്കെ അള്ളാഹ് അറിയുന്നുണ്ട്. അതിനൊന്നും പാടെ നിങ്ങൾ ഒന്ന് നോക്കാൻ വേറെ ആൾക്കാരോടില്ല. വതസബ്ബദു ഫഇന്ന ഖൈറ സാദി തഖ്വ, നിങ്ങൾ ഹജ്ജിന് വേണ്ടിയുള്ള വിഭവങ്ങൾ കൊണ്ടുപോകണം. നിങ്ങൾ ഹജ്ജിന് വേണ്ടി വിഭവങ്ങൾ കൊണ്ടുപോകണം. അവിടെ പോയി യാചിക്കാൻ പാടില്ല, ആളുകളോട് ചോദിക്കാൻ പാടില്ല. വതസബ്ബദു ഫഇന്ന ഖൈറ സാദി തഖ്വ, മാത്രം വേറൊരർത്ഥത്തിൽ ഏറ്റവും വലിയ വിഭവം തഖ്വയാകുന്നു. ഒരാൾ ഹജ്ജിന് പോകുമ്പോൾ അയാളെ കയ്യിലുണ്ടാവേണ്ട ഏറ്റവും വലിയ വിഭവം തഖ്വ എന്നുള്ള സാധനമാണ്. കുറേ അരിയും വസ്ത്രവും മറ്റു വിഭവങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അയാൾ കൊണ്ടുപോകേണ്ട ഏറ്റവും മുന്തിയ സാധനം തഖ്വയാകുന്നു. പല തഫ്സീറുകളുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു തഫ്സീറാണ്. അല്ലാഹു തആല വതസബ്ബദു ഫഇന്ന ഖൈറ സാദി തഖ്വ വതഖൂനി യാ ഉലിൽ അൽബാബ്. അതുപോലെ മറ്റൊരു തഫ്സീർ കാണാം, തസബ്ബദു മാ തകുഫ് ബിഹി വജ്ഹക അനിന്നാസ് വഖൈറു മാ തസബ്ബത്തും ബിഹി തഖ്വ. ആൾക്കാരോട് ചോദിക്കുന്നൊരു സാഹചര്യം അവിടെ നിന്നുണ്ടാവരുത്, അതിനുള്ള സാധനങ്ങളെ കൊണ്ടുപോകണം. പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും ഉത്തമമായത് തഖ്വയാണ്. നമ്മൾ കൊണ്ടുപോകുന്ന സാധനം തഖ്വയാണ്. അള്ളാഹു പറയുന്നത് എന്താണ് അത് കേൾക്കുക, അള്ളാഹു വിരോധിച്ചത് എന്താണ് അത് വേടിയ. അതിനാദ്യം പഠിക്കണം എന്തൊക്കെയാണ് ജീവിതം എന്നുള്ളത്, ഇൽമു പഠിക്കണം. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, എല്ലാവരും എൻ്റെ ശിക്ഷയെ കാത്തുകൊള്ളുക ബുദ്ധിമാനികളെ എന്ന്. വത്തഖൂനി, നിങ്ങൾ എൻ്റെ അദാബിനെ കാത്തു സൂക്ഷിക്കണം. യാ ഉലിൽ അൽബാബ്, ബുദ്ധിമാനികളായ ആളുകളെ, എനിക്കെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്, എൻ്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കാതിരിക്കരുത്. ബുദ്ധിയും തൻ്റെയും അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പറയണത് പരിശുദ്ധ ഖുർആൻ. ഓക്കെ, ഇനി ഇന്ന് പറയുന്നൊരു വിഷയം, സ്വന്തമായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ മറ്റൊരാളെ അതിനുവേണ്ടി ഏൽപ്പിക്കണം എന്നാണ്. മക്കൾ ഓരിച്ചെടുക്കുന്ന അനന്തര സ്വത്ത് പല സ്വത്തും ഹറാമായ സ്വത്തായി മാറുന്നൊരു സാഹചര്യമുണ്ട്. കാരണം എന്താ, ജീവിതത്തിൽ അവർക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയും, അവർ ഹജ്ജ് ചെയ്യാതെ മരിച്ചുപോയി. അപ്പം മക്കൾക്ക് ആ സ്വത്ത് ഓരി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഹജ്ജ് ആരെങ്കിലും ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പൈസ എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ സ്വത്ത് ഓരിയാൻ പാടുള്ളൂ. അപ്പോൾ ഹജ്ജൊന്നും നിർബന്ധമില്ല എന്ന് കരുതിയായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുക എന്നുള്ളത്. ആർക്കാണ് ഹജ്ജ് നിർബന്ധമാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ പാഠത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് സ്ഥലമുണ്ട്, വേറെ വരുമാനങ്ങളൊന്നുമില്ല,
അയാളിങ്ങനെ കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്, വീടുണ്ട്, മക്കളെയും കുട്ടികളൊക്കെ ചിലവ് നടത്താൻ പൈസ ഉണ്ട്, കുറച്ച് സ്ഥലം അപ്പുറത്തുണ്ട്, അത് വിറ്റ് പോകണമെന്നാണ് നമ്മൾ പറയുന്നത്. വിൽക്കൽ നിർബന്ധമല്ല, നമ്മൾ പോയാൽ മതി, എന്തെങ്കിലും കാട്ടിയിട്ട് പോയാൽ മതി. തിരിച്ചു വരുന്നവരെ മക്കൾക്ക് കൊടുക്കാനുള്ള പൈസയും ഉണ്ടാവുമല്ലോ വിറ്റാലേ, പോകണം. ഗവൺമെൻറ്റിൽ പോവുകയാണെങ്കിൽ കുറച്ച് പൈസ മതിയാവും, സ്വകാര്യ ഗ്രൂപ്പിനുവാണെങ്കിൽ കൂടുതൽ പൈസ വേണം. അപ്പോൾ ഗവൺമെൻറ്റിന് തിരഞ്ഞെടുക്കണം. എനിക്ക് സ്വകാര്യ ഗ്രൂപ്പിൽ പോകാനുള്ള പൈസ അല്ല അങ്ങനെ പറയരുത്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ രീതിയിൽ പോകാൻ പറ്റുന്നത് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഹജ്ജ് നിർബന്ധമായിട്ട് അയാളെന്ത് ചെയ്തു, ഹജ്ജിന് പോയില്ല. അയാൾ മരിച്ചാൽ ആ 10 സെൻറ്റ് ഉണ്ടല്ലോ പുറത്ത്, അല്ല 5 സെൻറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ഹജ്ജിന് പോകാനുള്ളത് മാറ്റി വെച്ചിട്ട് വേണം ഓഹരി ചെയ്യാൻ. അതല്ല എങ്കിൽ കടമായ നിങ്ങൾക്ക് അവകാശപ്പെടാത്ത സ്വത്ത് നിങ്ങളുടെ സ്വത്തിന് വരും, മക്കളുടെ സ്വത്തിന് വരും, ഭാര്യൻ്റെ സ്വത്തിന് വരും, മക്കളുടെ സ്വത്തിന് വരും, ഭർത്താവിൻ്റെ സ്വത്തിന് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കത് ഓരിച്ചത് നിങ്ങളതാവില്ല, ആധാരത്തിലേ ആവുള്ളൂ, പടച്ചവൻ്റെ അടുത്താവില്ല. മക്കൾക്ക് ഹറാമായത് തീറ്റിക്കേണ്ടി വരും. ഒരു പെണ്ണിന് വാപ്പ കൊടുത്ത സ്വർണ്ണമുണ്ട് കെട്ടിച്ചപ്പോൾ, വാപ്പ കൊടുക്കുന്നത് പെണ്ണിനാണല്ലോ. അപ്പോൾ ആ സ്വർണ്ണമുണ്ട്, അവിടെ നിർബന്ധമായ ബാധ്യതകളൊന്നും നിങ്ങൾക്ക് വീട്ടാനൊന്നുമില്ല. എന്നാൽ നിങ്ങളത് വിറ്റിട്ട് പോകണം. ഉംറക്ക് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് സ്വത്തായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് നിങ്ങൾക്ക് വാങ്ങി തന്നതൊക്കെ നിങ്ങളതാവണമെന്നില്ല, നിങ്ങളത് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ, വാപ്പ തന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തന്നതാണെങ്കിൽ ഓക്കെ, എന്നാൽ ഉംറക്കെങ്കിലും ഉംറക്ക് പോകണം, നിർബന്ധമാണ്. അപ്പോൾ മറ്റൊരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വാർദ്ധക്യം, മരിച്ചാൽ വേറെ ആളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കണം. പിന്നെ ഇതൊക്കെ കാരണം കിബറിന് വാർദ്ധക്യം വന്നു, അമിതമായ വാർദ്ധക്യം വന്നാൽ ഇനി ഹജ്ജിന് പോകാൻ കഴിയാത്ത സാധനം, ഇനി വാർദ്ധക്യമൊന്നും വന്നിട്ടില്ല, അയാൾ തളർന്നു പോയി, ക്യാൻസർ വന്നു, അല്ലെങ്കിൽ കിഡ്നി രോഗം വന്നു, പോകാൻ പറ്റാത്ത സാഹചര്യം വന്നാൽ, മറ്റൊരാളെ വാഹനത്തിൽ വേണ്ട പോലെ ഇരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, വലിയ പ്രയാസമുണ്ട്, ഇല്ലാബി മശക്കത്തിന് ഷദീദ, ശക്തമായ ബുദ്ധിമുട്ടോടുകൂടി മാത്രമേ അയാൾക്ക് കഴിയുള്ളെങ്കിൽ വേറെ ആളെ, ഇയാൾക്ക് മഅലൂബ് എന്നാണ് അറബിയിൽ പറയാം, മഅലൂബ്. മരിച്ചു പോയ ആളുകൾക്ക് ഹജ്ജ് ചെയ്യിപ്പിക്കണോ എന്നൊരു ചോദ്യമുണ്ട്. സുമ്മസ്തസിബുൽ ഇസ്തിനാബത്തു അനിൽ മയ്യിദ് ഇദാ കാന ഖദ് ഇസ്തതാഅ ഹജ്ജ്, ജീവിതകാലത്തിൽ ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ട് ഹജ്ജ് ചെയ്യാതെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാൾ പകരം മറ്റൊരാളെ പറഞ്ഞയക്കാൻ നിർബന്ധമാണ്. എപ്പോൾ ഇൻകാൻ ലഹു തരിക്കത്തുന, അയാൾക്ക് അനന്തര സ്വത്തുണ്ടെങ്കിൽ. ഞാൻ അനന്തര സ്വത്തൊന്നും ഇല്ലെങ്കിൽ നിർബന്ധമില്ല. വൈല്ലാ ഫലായിച്ച് ബാലവാരസി, അനന്തര സ്വത്തൊന്നും ഇല്ലെങ്കിൽ അനന്തരാവകാശികൾക്ക് നിർബന്ധം ഇല്ല. ഇനി വസിയത്ത് ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ മരിച്ചു പോയ ആൾക്ക് വേണ്ടി മക്കൾക്ക് ചെയ്യാം, മക്കളല്ലാത്ത വേറെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവരെ കൊണ്ടും ചെയ്യിപ്പിക്കാവുന്നതാണ് അനന്തരം. ഇനി മരിച്ചിട്ടില്ല എങ്കിൽ ജീവിച്ചിരിക്കുന്ന ആൾ തന്നെയാണ്, ശാരീരികമായിട്ട് ഹജ്ജിന് പോകാൻ കഴിയാത്ത ആളാണെങ്കിൽ അയാൾ സമ്മതം നിർബന്ധമാണ്, അപ്പോൾ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ, സ്വഹിയാവുള്ളൂ. മഅലൂബ്, സ്വന്തം ഹജ്ജ് ചെയ്യാൻ കഴിയാത്ത ഒരാൾ, തളർന്നു കിടക്കുന്ന ഒരാൾക്ക് പകരം ഹജ്ജ് ചെയ്യണമെങ്കിൽ അയാളുടെ സമ്മതം ആവശ്യമാണ്. അപ്പോൾ സൗജന്യമായിട്ട് ഒരാൾ ഹജ്ജ് ചെയ്യുകയാണെങ്കിലോ, പൈസ കൊടുത്തായിട്ട് ഹജ്ജ് ചെയ്താൽ, പൈസ കൊടുത്താലേ ഒരാൾ ഹജ്ജ് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പൈസ കൊടുക്കൽ നിർബന്ധമാണ്. അയാൾ പറയുകയാണെങ്കിൽ 2 ലക്ഷം വേണം, 3 ലക്ഷം വേണമെന്ന് പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ ഇപ്പോൾ ഹജ്ജൊക്കെ ചെയ്യാൻ എത്രയാണ് ആവശ്യമായിട്ടുള്ളത്, അതിന് പുറമെ അയാളെടുക്കുന്ന പണി ഉണ്ടല്ലോ, അയാൾക്ക് 2 മാസം ശമ്പളം വേണ്ടി വരും, ഒക്കെ ഉണ്ടായിരുന്നല്ലേ, ഈ പൈസ ഒക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഹജ്ജ് ചെയ്യിപ്പിക്കേണ്ടതാണ്. ഇനി ഫൈല മെജിദിൽ മാല, ഒരാൾക്ക് സ്വത്തൊന്നും അയാളെ കയ്യിലില്ല, വജദമൻ യതബറഉ ബിൽ ഹജ്ജ് അന്നഹു മിൻ ഔലാദിഹി വ ഔലാദി ഔലാദിഹി ദുകൂരി വലിനാസി ലസിമഹു ഇസ്തിനാബതു, മക്കളോ പേരമക്കളോ അങ്ങനെ ആരെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് ഞാൻ ഹജ്ജ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും സമ്മതം കൊടുക്കേണ്ടതാണ്. സൗജന്യമായിട്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും തയ്യാറായാൽ ലസിമഹു ഇസ്തിനാബത്തുഹു, അയാളെ പകരക്കാക്കാൻ നിർബന്ധമാണ്. പകരക്കാരനാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയണം, അപ്പോഴേ അത് പകരം ഹജ്ജാവുള്ളൂ. ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നെ ഞാനതിന് പകരക്കാരനാക്കിയിരിക്കുന്നു എന്ന് പറയണം. പകരക്കാരൻ്റെ ഹജ്ജ് എങ്ങനെയെന്നുള്ളത് ഞാൻ ഇപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല. ആ വിഷയത്തിൽ ഇവിടെ 10-15ഓളം പേജുകൾ, 6-7ഓളം പേജുകൾ വിശദമായ
ചർച്ച ഉണ്ട്. പകരക്കാരൻ്റെ ഹജ്ജ് എങ്ങനെയാണെന്നുള്ളത്, അയാൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ? പകരം ചെയ്യുന്ന ആൾ പൈസക്ക് പകരം ഹജ്ജിന് പോകുന്ന ആളാണെങ്കിൽ അയാൾ സുന്നത്തായ കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതുണ്ടോ? ഫർദ് എടുത്താൽ മതിയോ? സുന്നത്ത് ഏതൊക്കെ എടുക്കേണ്ടത്? പ്രസിദ്ധമായ സുന്നത്തുകൾ എടുത്താൽ മതി. ഒരുപാട് സുന്നത്തുണ്ടല്ലോ. വേറെ ആക്കാൻ വേണ്ടി ഹജ്ജ് ചെയ്യാണ് പൈസ വാങ്ങിയിട്ട്. അപ്പോൾ ഈ സുന്നത്തുകളൊക്കെ എടുത്താൽ മാത്രമേ അയാൾക്ക് പ്രതിഫലം വാങ്ങാൻ പറ്റൂ. അങ്ങനെയൊക്കെയുള്ള വിശദമായ ചർച്ച ഉണ്ട്. ഏതായാലും പകരം ഹജ്ജ് ചെയ്യുന്ന ആൾ വളരെ സൂക്ഷിക്കേണ്ടതാണ്. കാരണം കൂലിപ്പണിയാണ് അയാൾ എടുക്കുന്നത്. പ്രസിദ്ധമായ സുന്നത്തുകളൊക്കെ അയാൾ എടുത്തോളണം, എന്നാൽ മാത്രമേ അയാൾക്ക് പ്രതിഫലം വാങ്ങാൻ പറ്റൂ എന്നുള്ള ചർച്ചയാണുള്ളത്. പിന്നെ മക്കൾ നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, ഇനി മക്കൾ എന്നല്ല, സഹോദരങ്ങളോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരാളോ നമുക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ അയാൾ സ്വന്തമായ ഹജ്ജ് നിർവഹിച്ചിരിക്കണം എന്നതാണ്. ഇനി ഉംറ ചെയ്യുകയാണെങ്കിൽ സ്വന്തം ഉംറ നിർവഹിച്ചതിന് ശേഷം സ്വന്തം കാര്യം ചെയ്തിട്ടേ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്കറിയാം. ഇനി മരിച്ചു പോയ ആൾക്ക് ഹജ്ജ് ചെയ്ത ആളാണ്, അയാൾക്ക് സുന്നത്തായ രീതിയിലുള്ള ഉംറയും മറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളെ വാപ്പാർ മരിച്ചിട്ടുണ്ട്, നിങ്ങൾ കൂട്ടിക്കോളൂ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സുന്നത്തായ ഹജ്ജോ ഉംറയോ അയാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമോ? ചെയ്യാം. വതജൂസുൽ ഇസ്തിനാബത്തു ഫി ഹജ്ജി തത്തബോയിൽ മയ്യിത്തി വൽ മഅദൂബി അനൽ അസ്വഹി. അതുപോലെ തന്നെ ഞാൻ മഅദൂബാണ്, രണ്ടാമതൊരു ഹജ്ജ് ചെയ്യാൻ കഴിയുന്നില്ല, മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ആളോ മരിച്ച ആളോ ആവട്ടെ, നിർബന്ധമായത് കഴിഞ്ഞിട്ടുണ്ട്, സുന്നത്തായ ഹജ്ജോ ഉംറയോ ചെയ്യാൻ വേണ്ടിയും വേണമെങ്കിൽ പകരമാക്കാവുന്നതാണ്. സുന്നത്തായ ഹജ്ജ് ഉംറയും എനിക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടിയും ഒരാളെ പകരമാക്കാവുന്നതാണ്. അതിനും കുഴപ്പമില്ല. മരിച്ചുപോയ വാപ്പാക്കും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഹജ്ജും ഉംറയൊക്കെ ചെയ്യാം. ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ചെയ്യാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഹജ്ജിനൊക്കെ പോകില്ലേ, ഹജ്ജ് ഏതായാലും നമുക്ക് ഒന്നെ കിട്ടുള്ളൂ മിക്കവാറും. ഉംറ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മരിച്ചാക്കും വേണ്ടി ഉംറ ചെയ്യാവുന്നതാണ്. വസിയത്ത് ചെയ്താലേ പറ്റൂ എന്നൊരഭിപ്രായം കൂടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഈ കിതാബിലെ ലാസ്റ്റ് പറയുന്നത് വസിയത്ത് ചെയ്താലും ഇല്ലെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ വാപ്പാക്കും വേണ്ടി ഒരു ഉംറ ചെയ്യുക, മരിച്ചുപോയ ഉമ്മാക്കും വേണ്ടി ഒരു ഉംറ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും പരിശ്രമിക്കുക. നമുക്ക് കൂലി കിട്ടും ചെയ്യും, അവർക്കും കൂലി കിട്ടും, നമുക്ക് കിട്ടുന്ന കൂലിയിലിട്ട് കുറയുമില്ല. അപ്പോൾ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഓരോ ഉംറകളും ഹജ്ജുകളൊക്കെ ഓരോരുത്തർക്കും വേണ്ടി പകരം ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ഏതായാലും കിട്ടിയ അവസരമാണല്ലോ, 10-40 ദിവസം ഉണ്ടാവുമല്ലോ. ഇനി ഒരാൾ പകരം ഒരാളെ ഹജ്ജിന് പറഞ്ഞയച്ചു, ശാരീരികമായ ശേഷിയില്ലായ്മ കൊണ്ട്, മാരകമായ രോഗം കൊണ്ട് ഹജ്ജിന് പറഞ്ഞയച്ചു. പിന്നെ സുമ്മ സാലൽ അളുബു, അയാളുടെ അവശത നീങ്ങിയാൽ, വഷഫ, രോഗം സുഖപ്പെട്ടാൽ, ലം യജുസ്ഹു, പിന്നെ നേരത്തെ പകരം ചെയ്ത ഹജ്ജ് മതിയാവൂല, ബൽ അലൈഹി അയ്യഹുജ്ജ, അയാൾ നേരെ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാണ്. അതും കൂടെ ശ്രദ്ധിക്കാം. അപ്പോൾ രണ്ടാമത് ഹജ്ജ് ചെയ്യണം. ഡോക്ടർമാർ പറഞ്ഞിട്ട് സുഖാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബാധ്യത വിടാൻ വേണ്ടി അയാൾ എന്ത് ചെയ്തു? പെട്ടെന്ന് ഹജ്ജ് നിർവഹിച്ചാൽ എന്താണ്? സുഖമായാൽ വീണ്ടും ഹജ്ജ് ചെയ്യേണ്ടതാണ്. ഹജ്ജ് ജീവിതത്തിൽ ഒരു വട്ടേ നിർബന്ധമുള്ളൂ. അത് ഉടനെ തന്നെ വേണമെന്ന് വെച്ചാൽ ഷാഫി മദ്ഹബിൽ ജീവിതകാലം മൊത്തം അത് ചെയ്യാൻ സമയമുണ്ടെങ്കിലും ഇമാം മാലിക്, അബു ഹനീഫ റഹിമഹുല്ല പറയുന്നത് നിർബന്ധമായ ഹജ്ജ് വേഗം ചെയ്യണം എന്നാണ്. അതുകൊണ്ട് തന്നെ കേരളക്കാരൊക്കെ പഴയ കാലത്ത് കുറേ വൈകിയാണ് ഹജ്ജിന് പോയിരുന്നത്. ഈ ഹനഫി മദ്ഹബും മറ്റു മദ്ഹബൊക്കെ ഉള്ളിടത്ത് ചെറുപ്പക്കാർ ഇഷ്ടംപോലെ ഹജ്ജിന് വരും. കാരണം ആദ്യം അവർ ഹജ്ജാ നിർവഹിക്കുക, യുവാക്കളും യുവതികളൊക്കെ, എന്നിട്ട് കല്യാണം വരെ കഴിക്കുക. ഇന്തോനേഷ്യക്കാരൊക്കെ പ്രത്യേകിച്ചും അങ്ങനെയാണ് അത്രേ. ഏതായാലും വളരെ പെട്ടെന്ന് ഹജ്ജ് ചെയ്യലാണ് ഉത്തമം. ആരോഗ്യമുള്ള സമയത്ത് ഇമാം യുസന്നു തഅജീലുൽ ഹജ്ജി, ഹജ്ജിനെ വളരെ വേഗത്തിൽ നിർവഹിക്കൽ സുന്നത്താണ്. ഖുറൂജ മിനൽ ഖിലാഫി, കാരണം വളരെ പെട്ടെന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന അബൂ ഹനീഫയുടെ അഭിപ്രായ പ്രകാരം, മാലിക് ഇമാമിൻ്റെ അഭിപ്രായ പ്രകാരം അത് മാനിച്ചുകൊണ്ട്. കാരണം ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം പോലും പിന്തിക്കാൻ പാടില്ല എന്നാണ്, പിന്തിച്ചാൽ ഹറാമാണ് എന്നാണ് അബൂ ഹനീഫ ഇമാമും ഇമാം മാലിക് റഹിമഹുല്ലയും പറയുന്നത്. അവർ അഭിപ്രായം മാനിച്ചിട്ട് ആർക്ക് ഹജ്ജ് നിർബന്ധമായി എന്ന് തോന്നുന്നോ ആ വർഷം തന്നെ ഹജ്ജിന് അയാൾ അപേക്ഷ കൊടുക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യം. അതാണ് സുന്നത്ത്. നമ്മളെ മദ്ഹബിൽ കുറച്ച് ആശ്വാസമുണ്ട്. അവരെ മദ്ഹബിൽ അങ്ങനെ പിന്തിച്ചാൽ കുറ്റം കിട്ടും, നമ്മളെ മദ്ഹബിൽ പിന്തിച്ചാൽ കുറ്റം കിട്ടൂല.
പക്ഷേ മരിച്ചു പോയാൽ പിന്നെ അത് അയാൾ അനന്തരസ്വത്തൊന്നും ചെയ്യേണ്ടിയിരുന്നു മാത്രം. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ തമ്പുരാനെ, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ അമ്പിയാക്കളും സാലിഹീങ്ങളും നിർവഹിച്ചതുപോലെ പൂർണ്ണമായ രീതിയിലുള്ള ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഞങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നൽകണേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി നിൻ്റെ സ്വർഗം കണ്ട് ഹബീബായ മുത്തുനബിയെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധമായ ഭവനത്തിങ്കൽ ചെല്ലുമ്പോൾ അതിനോട് കാണിക്കേണ്ട ആദരവും ബഹുമാനവും എങ്ങനെയാണോ അതുപോലെ ആദരവും ബഹുമാനവും കാണിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനെ, ആരോഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, എല്ലാ കർമ്മങ്ങളും ആരോഗ്യത്തോടെ ചെയ്യാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ചെയ്യാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഹജ്ജിൽ റഫസും ഫുസൂഖും ജിദാലുമില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമില്ലാത്ത സമ്പൂർണ്ണമായ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളെ സ്വത്തിലും മക്കളിലും കുടുംബത്തിലും ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിലും ഇൽമിലും അമലിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. الحمد لله رب العالمين.